ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കണേ. ചക്കത്ര വലുപ്പത്തിൽ നുറുക്കിയെടുക്കാം. ഒരു ചക്കക്കുരു 3-4 കഷ്ണാക്കാം. ഇപ്പൊ അങ്ങനെ എല്ലാം നുറുക്കി ചക്കക്കുരും ചക്കയും കൂടി പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, പാകത്തിന് ഉപ്പ്, 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ചക്ക വേവണ നേരം കൊണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. നാളികേരം 1 മുറിയുടെ കഷ്ണങ്ങളുണ്ട്. ഉള്ളി 5-6 എണ്ണം, 5 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം. ഇനി തരിതരിപ്പായിട്ട് ചതച്ചെടുക്കാം. തരിതരിപ്പായിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 2 വിസിൽ വരണ വരെ ചക്ക വേവിക്കാം. ഇപ്പൊ 2 വിസിലായി. ഓഫ് ചെയ്തിട്ട് ആവി മുഴുവൻ പോയിട്ടെടുക്കാം. ചട്ടിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി 1 ടീസ്പൂൺ കടുക് ചേർക്കാം. ഫ്ലെയിം കുറച്ചിട്ട് 4 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. ഇത് വേവിച്ച് വെച്ച ചക്ക ചേർക്കാം. നല്ലോണം ഇളക്കാം. ഒന്നിങ്ങനെ കുഴുതിലോണ്ട് ഉടക്കുകയും ചെയ്യാം. നാളികേരം ചതച്ചതും ചേർത്തിട്ട് ഇളക്കാം. ചിലവർ ചതക്കണയിലേക്ക് വെളുത്തുള്ളി ചേർക്കാറുണ്ട്. അതിന് വേറൊരു ഫ്ലേവറാണ്. 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം. കടുക് വറുത്തിട്ടാണെങ്കിലും ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഒപ്പം കറിവേപ്പിലയും കൈകൊണ്ട് ഇങ്ങനെ ചതച്ചിടാം. വേണമെങ്കിൽ മാത്രം ചേർക്കാം. കറിവേപ്പിലയുടെ മണമൊക്കെ ഇഷ്ടമുള്ളവർക്ക്. ഇത് അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് തുറക്കുമ്പോൾ നല്ല മണമാണ്. വെന്ത് കുഴഞ്ഞ് പാകമായിട്ടുണ്ട്. ഇനി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ചൂടോടെ കഴിച്ചാൽ കൂടുതൽ സ്വാദുണ്ടാവും.